என்னடா நினைச்ச? வாழ்க்கை பூரா எங்களை கம்பிக்கு பின்னாடி ஜெயிலே வச்சிடலான்னு நினைச்சியா? தெரியல, சொல்றேன். நான் அன்வர் அலி. உன் பழைய பாஸ் ஹாஃபிஸ் அலி இப்ராஹிமோட ரத்தத்துல பிறந்த அந்த 3 பசங்கள்ல சின்ன தம்பி. சின்ன தம்பி என்கிட்டயே சொல்ற? ஏன் தம்பி இப்படி எல்லாம் பேசிட்டு இருக்க? நான் உங்களை பார்க்கத்தான் வந்துட்டு இருக்கேன். நாங்களும் உன்னை பார்க்கத்தான் வந்துட்டு இருக்கோம். வேற எதுக்கும் இல்ல. நாங்க வீட்டுல போய் படுக்கிறதுக்கு முன்னாடி உன்னை தெக்க வடக்க பார்த்து படுக்க வச்சு, உன் தலைக்கு மேல ஒரு விளக்க வச்சு உன்னை நிரந்தரமா தூங்க வைக்க போறோம். தாலாட்டு பாடலாமா? என்ன ஒண்ணும் பண்ணிடாத. நான் நியாயத்துக்காக தான் வாதாடிட்டு இருக்கேன். உங்க சொத்தை எல்லாம் நீ சொல்றது கேட்கறதுக்கு நாங்க தயாரல்ல. இனிமே நீ நியாயம் பேசுறதுக்கு நாக்கு இல்ல, உன் கோர வழியே இருக்காது. എവിടെ ഉണ്ടാവുമാര്? ഇന്ന് രാത്രിയിലെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോയി അറിഞ്ഞത്. ഭായ്, അൻവർ രാവിലെ വിളിച്ച അഫ്ഗാനിയാ. നീ ആ ഫോണൊന്നും എടുക്ക്. हेलो, अस्सलाम वालेकुम भाईजान. बस सब आपकी दुआ से खैरियत है? हाँ जी, बिल्कुल मिल सकते हैं इंशाल्लाह. खुदा हाफिज. ഇന്ന് വൈകിട്ട് അവരെ ഡെസേർട്ട് ക്യാമ്പിൽ കാണാമെന്ന്. ഇത് നടന്നാൽ 40 കോടി രൂപയാ. പക്ഷെ പൈസയുടേതല്ല. 5 കൊല്ലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഹാഫിസ് അലിയുടെ മക്കൾ കളി മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇതന്നെ ആണോടാ സ്ഥലം? ഇത് തന്നെ ബലേസ ഡെസേർട്ട് ക്യാമ്പ്. ഇത് പൂട്ടിക്കിടക്കാണല്ലോ. നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. റേഞ്ചും കാണിക്കുന്നില്ല. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്റെയൊക്കെ ഒടുക്കത്തെ കൂട്ടുകച്ചവടത്തിന്. പണക്കൊതിമൂത്ത് ആദ്യം സ്വന്തം തന്റെ, പിന്നെ എത്രയോ പാവങ്ങളെ, ഒടുവിൽ നിന്റെയൊക്കെ ആർത്തി തീർക്കാൻ പണ്ട് എനിക്ക് സമ്മാനമായി കിട്ടിയ ഈ സ്നേഹസമ്പാദ്യം തിരിച്ചു തരാൻ വന്ന പാവ മനുഷ്യനെ പറഞ്ഞു തീരും മുമ്പേ ചങ്കർത്ത് കളഞ്ഞല്ലടാ നല്ല തന്തയ്ക്ക് പറഞ്ഞ നായിന്റെ മക്കളെ.
ഹലോ മേനോൻ സാർ. മിസ്റ്റർ അലക്സ്, മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സുമായി ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ഞാൻ പറഞ്ഞ ഡെഡ് ലൈനിലേക്ക് ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് ചെയ്ത 30 കോടി രൂപ റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ പോലും നമ്മുടെ കമ്പനിക്കില്ല. ദാറ്റ് മീൻസ് ആ പണം നിങ്ങൾക്ക് നഷ്ടമാവും. ഐ നോ മേനോൻ സാർ. അറ്റ് എനി റിസ്ക് ഞാനത് ചെയ്തിരിക്കും.